ഇനി നമ്മൾ അടുത്തതായിട്ട് എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നമ്മള് മറ്റേ ആറ്റൂർ അക്വഡക്റ്റ് ഉണ്ട്, തൊട്ടടുത്തുള്ള തിരുവട്ടാറ് ആദികേശ്വര ക്ഷേത്രത്തില്. അടുത്ത് വരാൻ പറ്റില്ല, ടൈം കഴിഞ്ഞിട്ടില്ല. ഫോട്ടോസ് നമ്മള് പോണത് വേലുത്തമ്പി ദളവ ജനിച്ച വീടുണ്ട് ഇവിടെ. നോക്കി കഴിഞ്ഞപ്പോ ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇവിടെ വരെ വന്നാലേ അതിന് വേണ്ടിട്ട് നമ്മൾ വരില്ലല്ലോ. അപ്പൊ അതൊന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് നേരെ പോവാം അല്ല. എനിക്ക് അതിന്റെ ഇടയ്ക്ക് 7 മണിക്ക് വീടെത്തുന്നൊക്കെ പറയണ്ടേ, ഇപ്പൊ തന്നെ 4 മണിയായി. ഇവിടെ നമ്മളൊക്കെ നോർത്തതാണ്, വേലുത്തമ്പി വീട് ഇവിടെ എവിടെയാണോ ഉള്ളതെന്ന് പറഞ്ഞപ്പോ സെർച്ച് ചെയ്ത് ലൊക്കേഷൻ എടുത്തതാണ്. അവിടെ തന്നെയാണ്. വേലുത്തമ്പി ദളവ 1802 മുതൽ 1809 വരെ തിരുവിതാംകൂർ രാജ്യത്തെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി. തിരുവിതാംകൂറിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ പദവിയായ ദളവ സ്ഥാനത്തേക്ക് അതിശയിപ്പിക്കുന്ന വേഗത്തിൽ എത്തിച്ചേരുകയും അതേ വേഗതയിൽ തന്നെ അത് നിരാകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ത്യാഗമായി വിവരിക്കപ്പെടുന്നത്. 1765 മെയ് 6 അന്നത്തെ തിരുവിതാംകൂർ സംസ്ഥാനത്തിന്റെ ഭാഗമായ ഇന്നത്തെ തമിഴ്നാടിന്റെ കന്യാകുമാരി ജില്ലയിൽ തലക്കുളം എന്ന ഗ്രാമത്തിൽ വലിയ വീട്ടിൽ എന്ന വീട്ടിലാണ് വേലുത്തമ്പി ജനിച്ചത്. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അച്ഛൻ മണക്കര കുഞ്ഞുമായാറ്റിപ്പിള്ളയും അമ്മ തലക്കുളം വലിയ വീട്ടിൽ വള്ളിയമ്മ പിള്ള തങ്കച്ചിയുമായിരുന്നു. നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത് വേലുത്തമ്പി ദളവ ജനിച്ച വീടിന് മുൻപിലാട്ടോ. കന്യാകുമാരി ജില്ലയിലെ തലക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു വീടുള്ളത്. നമ്മൾ ചോദിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം ജനിച്ച ആ സമയത്ത് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് വീട് ഇപ്പോഴും നിൽക്കുന്നതെന്ന് പറഞ്ഞത്. ഇവിടെ ഗേറ്റൊക്കെ അടച്ചിട്ടേക്ക്, അകത്തേക്ക് കയറാനൊന്നും കഴിയില്ല. എന്നാലും നമുക്ക് പുറത്തുനിന്ന് വീടൊക്കെ കാണാം. പഴയ ഒരു നിർമ്മിതി തന്നെയാണ്, പഴയ വീട് തന്നെയാണ് കേട്ടോ. തലക്കുളം വലിയ വീട് എന്നാണ് ഈ വീടിൻ്റെ പേര് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് വേലുത്തമ്പി ദളവ ജനിച്ച വീട് കേട്ടോ. പഴയ വീടാണ്. ഇപ്പോൾ ഒരു മ്യൂസിയം, ചിത്രകലാമണ്ഡലം അങ്ങനെ ആ രീതിയിലൊക്കെയാണ് പോകുന്നത്. പക്ഷെ അടച്ചിട്ടേക്കാണ്, നമുക്ക് അകത്തേക്ക് കയറാനൊന്നും വയ്യ. അടച്ചിട്ടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് അടച്ചത് ഒരു വള്ളിയിട്ട് കെട്ടി വെച്ചേക്കാട്ടോ. കണ്ടോ, നമ്മളെന്തായാലും അടച്ചിട്ടേക്കണോണ്ട് അകത്തേക്ക് കയറണല്ലേ. നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ചിത്രകലാമണ്ഡലം വേലുത്തമ്പി ദളവ സ്മാരക കേന്ദ്രം. അപ്പോൾ ഇതാണ് വേലുത്തമ്പി ദളവ ജനിച്ച വീട്. അവിടെ ഇത് വീടിൻ്റെ ഫ്രണ്ടാട്ടോ, ബാക്കിലേക്കൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു വേലുത്തമ്പി ദളവയുടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് പുറത്തുനിന്ന് കാണാം നമുക്ക്. പിന്നെ വേലുത്തമ്പി ദളവയുടെ സ്റ്റാച്ചു ഉണ്ട് ഇവിടെ. വീടിൻ്റെ വേലുത്തമ്പി ദളവയുടെ സ്റ്റാച്ചു ഉണ്ട് അവിടെ. പിന്നെ വീടിൻ്റെ പുറകോട്ട് ആണ് അതൊക്കെ പുറകുവശമാക്കാം. കാണുന്നതൊക്കെ പുറകുവശം. നമ്മൾ ഈ ഫ്രണ്ട് വശം മാത്രമേ കാണുന്നുള്ളൂ. കണ്ട. അപ്പോൾ ഇതാണ് കന്യാകുമാരി ജില്ലയിൽ തലക്കുളം എന്ന സ്ഥലത്തുള്ള വലിയ വീട്, വേലുത്തമ്പി ദളവ ജനിച്ച വീട്. മഹാരാജാവിൽ നിന്ന് ചെമ്പകരാമൻ എന്ന പട്ടം പരമ്പരാഗതമായി ലഭിച്ചവരായിരുന്നു വേലുത്തമ്പി ദളവയുടെ കുടുംബക്കാർ. കൊല്ലവർഷം 959 കാർത്തിക തിരുനാൾ മഹാരാജാവിന്റെ യാത്രാമധ്യേ മറവന്മാർ അദ്ദേഹത്തിന്റെ സാധനങ്ങൾ കൊള്ളയടിക്കുകയുണ്ടായി. മോഷ്ടാക്കളെ കണ്ടുപിടിക്കുവാനുള്ള ശ്രമം വിഫലമായതിനെ തുടർന്ന് കാർത്തിക തിരുനാൾ മഹാരാജാവ് വേലുത്തമ്പിയുടെ കുടുംബത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും വേലുത്തമ്പിയുടെ സഹായത്താൽ കവർച്ചക്കാരെ പിടികൂടുകയും മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെ കാർത്തിക തിരുനാൾ മഹാരാജാവിനാൽ അനുഗ്രഹീതനായ വേലുത്തമ്പിക്ക് കൊട്ടാരത്തിൽ കാര്യക്കാരനായി ജോലി ലഭിച്ചു. അങ്ങനെയാണ് അദ്ദേഹം കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നത്. അന്ന് അദ്ദേഹത്തിന് 20 വയസ്സായിരുന്നു. ഞങ്ങളെ ചെങ്കൽ ക്ഷേത്രത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ വരണവഴിക്ക് മട്ടൺ തിന്നാനായിട്ടൊരു കൊതി. അപ്പോൾ ഇതിപ്പോൾ കരമന ജംഗ്ഷനിലാണ്. കരമനയിൽ വളരെ ഫേമസ് ആയ ഒരു മട്ടൺ ഷോപ്പാണ് കൊച്ചണ്ണൻസ് ഷോപ്പ് എന്ന് പറഞ്ഞത്. ഭയങ്കര പാരമ്പര്യമൊക്കെയുള്ള ഷോപ്പാന്ന് പറഞ്ഞത്. അവിടെ കയറിയിട്ടാണ് ഞങ്ങൾ മട്ടൺ കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ കഴിച്ചതെന്താണെന്ന് വെച്ചാൽ പൊറോട്ട, ദോശ, ഇടിയപ്പം കഴിച്ചത്. പിന്നെ മട്ടൺ റോസ്റ്റ്, മട്ടൻ കറി, പിന്നെ മട്ടൻ്റെ മറ്റേ ബോൺമാരോ ഇല്ലേ, നല്ലി എന്നാണ് ഇവിടെ പറയണത്, അത് കഴിച്ചു. ഓരോ സൂപ്പും കുടിച്ചു. അപ്പോൾ കറികൾക്കെല്ലാം 200 രൂപ, സൂപ്പിന് 60 രൂപ. പിന്നെ
ചപ്പാത്തി പൊറോട്ട എല്ലാത്തിനും 10 രൂപ വെച്ചാൽ അങ്ങനെയായി. മറ്റേ സൂപ്പ് ഒരു ടേസ്റ്റ് ഉണ്ടായില്ല സൂപ്പ്. ആകെ നല്ലത് റോസ്റ്റും നല്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി അത് കഴിക്കാനാണ് ഞാൻ വന്നത്. ബോൺമാരല്ലേ, അത് കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഈ വീഡിയോകളെല്ലാം ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.